വൈബ് ഇഫ്താറുകളുടെ പിന്നാലല്ലേ? ഇഫ്താറിന് ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ച ഡിലീഷ്യസ് ഫുഡ്സിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലല്ലേ നമ്മളുള്ളത്? ആണും പെണ്ണും ഇടകലർച്ച പാടില്ല, ഏത് കാലത്തും പാടില്ലെന്ന നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് റമദാനിൽ ക്യാമ്പസിന്റെ അകത്തളത്തിൽ ആണും പെണ്ണും ഇടകലർന്നിട്ടുള്ള ഇഫ്താറാണ് നടക്കണമെങ്കിൽ ദയവ് ചെയ്തിട്ട് റമദാനെ കളിയാക്കരുത്, പരിഹസിക്കരുത്. ഇന്നേ വരെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ പൊറുപ്പിക്കാൻ റഹ്മാനായ റബ്ബ് തന്ന റമദാനിൽ വീണ്ടും തെറ്റ് ചെയ്ത് ധിക്കരിക്കരുത്, കളിയാക്കരുത്. റമദാനൊന്ന് തീർന്നാ മതിയെന്നു, ഇതെന്താ തീരാത്തെ എന്ന് തോന്നിയാൽ തന്നെ മരിക്കണ സമയത്ത് ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് പേടിക്കണമെന്ന് പറഞ്ഞ മാസ റമദാൻ. ആ റമദാനെ നമ്മൾക്ക് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റും. അള്ള റമദാനെ ഈ പിശാചിനെ കെട്ടിയിടും. ബാക്കി 11 മാസക്കാലം കെട്ടിയിടേണ്ട ഡ്യൂട്ടി അമുക്കാം. ബാക്കി 11 മാസക്കാലം പിശാചിനെ കെട്ടിയിടണം, അവനെ അറസ്റ്റ് ചെയ്യണം. ഇബ്ലീസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. ലാഭങ്ങളൊന്നുമില്ല ഇബ്ലീസിന്. ഒരാൾക്ക് വേറൊരാളോട് ശത്രുത ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും അതിലൊരു കാര്യലാഭം വേണം. ഉദാഹരണത്തിന് ബേക്കറി ഷോപ്പ് നടത്തുന്ന തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു ബേക്കറി ഷോപ്പ് തുടങ്ങിയാൽ ആദ്യത്തെ ആൾക്ക് ഇയാളോടൊരു ചെറിയ അസൂയ വരും. കാരണം എനിക്ക് കിട്ടുന്ന ലാഭം കുറയുമോ എന്ന ആശങ്കയിൽ നിന്നാണ് ആ അസൂയ.